ഗൈസ് നമ്മളിന്നിപ്പോൾ ഒരു ഗോൾഡിൻ്റെ ഒരു അപ്ഡേറ്റ് ഇട്ടിരുന്നു. നമുക്ക് ഹയർ ലെവലിൽ അത്രയും സ്ട്രോങ് അല്ല ഗോൾഡ് എന്നുള്ളത്. അതിൻ്റെ റീസൺസ് നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇത് അപ്ഡേറ്റ് ചെയ്തത്. ഈ ഒരു കാണുന്ന ഏരിയയിൽ അത്യാവശ്യം നല്ല ഗോൾഡിൽ നല്ല സെല്ലേഴ്സ്, അതായത് മാർക്കറ്റ് പെട്ടെന്നൊരു അപ് ട്രെൻഡ് വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അപ് ട്രെൻഡ് വന്നതിൻ്റെ റീസൺസിന് ഇതിലും നല്ല രീതിയിലുള്ള സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം. അതിൽ നമുക്കിപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഇവിടെ നോക്കിയറിയാം, ഏകദേശം 5958 ലോട്ട് ട്രേഡ് ഇടുന്നതിൽ 456 നെഗറ്റീവ്, അതിനുശേഷം നടന്നതിൽ ഈ ഒരു ക്യാൻഡലിൽ 6000 ലോട്ട് ട്രേഡ് ഇടുന്നതിൽ 944 ലോട്ട് സൈസുകൾ ഡെൽറ്റ പോസിറ്റീവായി. അടുത്ത ഇതിലാണ് നമുക്കൊരു നല്ലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത്. അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏകദേശം 7345 ലോട്ട് ട്രേഡ് ഇടുന്നതിൽ 579 ഡെൽറ്റ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഒരു സെല്ലിംഗ് എടുത്തത്. ഈ ഒരു നെഗറ്റിവിറ്റി വന്ന ഏരിയയിലാണ് എടുത്തത്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വച്ചിരുന്നു ആ റേഞ്ച്, ലിക്വിഡിറ്റിയും എല്ലാ കാര്യങ്ങളും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ ലിക്വിഡിറ്റിയിൽ വന്ന റിജക്ഷനാണ് നമ്മൾ അതെടുത്തത്. അവിടെ തന്നെ ഏകദേശം 5 പിപ്സിൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടി. നമ്മളവിടെ ബുക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ ഇവിടെ നോക്കിയൊക്കെ അറിയാം, ഹയർ ലെവലിൽ മാർക്കറ്റിൽ എല്ലാവരും മാർക്കറ്റ് ഇപ്പം ATH നിൽക്കുന്നത്. ഗോൾഡിൻ്റെ ഏറ്റവും ടോപ്പ് പ്രൈസിലാണ്. ഇത്രയും നാളത്തെ ഏറ്റവും ടോപ്പ് എനി ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ എനി ടൈം ഹൈ ആണെങ്കിലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്ന് വീണ്ടും ഗോൾഡ് ഒന്ന് ഹയർ ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് വരുന്നത് ഇനി ഈ ഒരു ടൈമിലായിരിക്കും. കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ബയേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ആയിരിക്കും മാർക്കറ്റിൽ പെട്ടെന്നൊരു ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ളത്.